ഹായ് ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ 2 മിനിറ്റിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ ഷേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെയാണെന്നൊന്ന് വീഡിയോ കണ്ട് നോക്കാം. ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ അത്യാവശ്യം ഒന്ന് കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ പപ്പായും, ഇത് 2 വേണം കേട്ടോ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ഇവിടെ 2 ഗ്ലാസ് അളവിൽ ഉണ്ടാക്കിയെടുക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു പകുതി ക്യാരറ്റ് വേവിച്ചതും കുറച്ച് പപ്പായും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല പഴുത്തിട്ടുള്ള പപ്പായ ആണെങ്കിൽ അത്രക്കും നല്ലതായിരിക്കും. ഇനി നമുക്കിത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് ആവശ്യമായിട്ടുള്ളത് ഇതുപോലെ കട്ടയാക്കിയിട്ടുള്ള പാലാണ് കേട്ടോ. അപ്പം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് കട്ടയാക്കി എടുത്താൽ മതി. അതുപോലെ ഞാൻ ഇവിടെ ഒരു സ്കൂപ്പ് അളവിൽ ഐസ്ക്രീമും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് മധുരത്തിന് വേണമെങ്കിൽ കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഞാൻ കുറഞ്ഞ അളവിൽ പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്നും കൂടി അധികം ക്രീമി ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നല്ല പോലെ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതായത് നമ്മൾ പെർഫെക്റ്റ് ആയിട്ടുള്ള ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്നും കൂടി ടേസ്റ്റൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് ഇതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറഞ്ഞ അളവിൽ കോൺഫ്ലെക്സും കുറച്ച് ഡ്യൂട്ടി ഫ്രൂട്ടിയോ ചെറിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയും അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വളരെ കുറഞ്ഞ അളവിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് ചെറിയ രീതിയിൽ കടിക്കാൻ കിട്ടുന്ന രീതിയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കോൺഫ്ലെക്സും മുന്തിരിയൊക്കെ എന്തായാലും ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുക. ബാക്കിയൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ അതുപോലെ മുകളിൽ ഐസ്ക്രീം ഇട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഞാൻ ഇവിടെ ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം ചെയ്ത് കൊടുത്തുന്നുള്ളൂ. നോമ്പ് തുറക്കുന്ന സമയത്തും ഈ ചൂടുകാലത്തൊക്കെ കുടിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡ്രിങ്കിൻ്റെ റെസിപ്പി തന്നെയാണ്. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കല്ലേ. അപ്പോൾ ഇതുപോലത്തെ ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പികൾക്കായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം. ബൈ, താങ്ക് യു.